നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ച് ദിവസം മുമ്പ് തിരുവനന്തപുരം ഒന്ന് സന്ദർശിച്ചു. അപ്പോൾ സ്റ്റേജിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വന്നപ്പം കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വീകരിച്ച് ഇരുത്തുന്ന ഒരു സീനുണ്ട്. അത് കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് പോസിറ്റീവായ കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്, അതേപോലെ നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഇടുന്ന ആൾക്കാരാണ്. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ ഒരു BJP പ്രവർത്തകനായ നരേന്ദ്രമോദി എന്നുള്ളൊരു വ്യക്തിനെ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് വേറെ രീതിയിൽ ചിത്രീകരിക്കാം. അതേപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിനെ നമ്മൾ ആ രീതിക്ക് നിങ്ങളുടെ രാഷ്ട്രീയ രീതിയിൽ അതിനെ കണ്ടാൽ മതി. അതേപോലെ കോൺഗ്രസ്സിലെ VD സതീശൻ അല്ലെങ്കിൽ K സുധാകരൻ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിനെ നമുക്ക് ആ രീതിയിൽ കണ്ടാൽ മതി. രാഷ്ട്രീയമായിട്ട് കാണുമ്പം ഒരു നാടിൻ്റെ പൊതു സ്വത്തെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ നാടിൻ്റെ പൊതു സ്വത്താണ്. അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം നമ്മുടെ നാടിൻ്റെ ഒരു പൊതു സ്വത്താണ്. നമ്മളെ ഇങ്ങനെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ അതിനെ ആ ഒരു കാഴ്ചപ്പാടിൽ കാണാൻ പറ്റാത്തവർക്ക് നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മുതലെടുക്കുന്നവരെന്നെ നമുക്കതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. പൊതുസ്വത്തിനെ എപ്പോഴും പൊതുസ്വത്തായിട്ട് കാണാൻ വേണ്ടി നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്ക്. ഞാൻ കമ്മ്യൂണിസ്റ്റാ, തല പോയാലും ഞാൻ പറയും കമ്മ്യൂണിസ്റ്റാണെന്ന്. വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ? ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നിയത്? ഇപ്പോൾ എന്തായാലും അവരുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അത് ഏത് രീതിയായിരുന്നാലും അതിനെ സ്വീകരിക്കാനുള്ള മനസ്സെനിക്കുണ്ട്. അതിനെ ആ രീതിക്ക് നമുക്ക് കണ്ടാൽ മതി. ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. और जब मैं कांग्रेस मुक्त भारत कहता हूँ तो कांग्रेस की संख्या से मेरा लेना देना नहीं है। अब जैसे हम कम्युनिस्ट पार्टियों की आलोचना करते हैं, अब सत्ता में नहीं है, वो कहीं नजर नहीं आते, केरल में कोने में बैठे हैं, फिर भी वो विचारधारा खत्म है। വീഡിയോ കണ്ടല്ലോ അല്ലേ? ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിൽ വച്ച്? എന്തായാലും എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറയാം. അത് വേറൊന്നുമല്ല, ഇതുപോലെ കോൺഗ്രസ്സിലെ എത്ര അറിയപ്പെടുന്ന നേതാക്കന്മാരെ ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ എണീറ്റ് പോയി സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇരിപ്പിടത്തിലിരുത്തുന്നത്, ആ ഒരു രീതി എന്തായാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് കിട്ടൂലെന്ന് അയാൾക്ക് നല്ലോണം അറിയാം. EDയോ അല്ലെങ്കിൽ കസ്റ്റംസോ കണ്ടിട്ട് മുട്ടുമടക്കി പ്രധാനമന്ത്രീനെ ചെന്ന് കൈകൂപ്പി തൊഴുതു വണങ്ങുന്ന പരിപാടി ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ സഖാവ് പിണറായി വിജയനോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഒരു സഖാക്കന്മാരെ കിട്ടൂലെന്ന് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട് ആ ഒരു കാര്യം. അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനം എന്താണെന്ന് ഇതിൽ വച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ നട്ടെല്ലെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് എവിടെ മടക്കണം, ആരുടെ തൊഴുത് നിൽക്കണമെന്ന് സഖാവിന് നല്ലപോലെ അറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ ശരി, ഇനിയും ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടാ. അതായത് കമ്മ്യൂണിസ്റ്റുകളുടെ സാന്നിധ്യം പശ്ചിമബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും മാത്രമായി ചുരുങ്ങിയിരിക്കുമ്പോഴും നമ്പർ 1 ശത്രുവായി BJP കാണുന്നത് CPM-നെയും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് എപ്പോഴും മതേതര ജനാധിപത്യ ആശയം ഉയർത്തിക്കൊണ്ടൊരു പൊളിറ്റിക്കലായ ബദൽ ഉണ്ടാക്കുക. ഇപ്പം നമുക്ക് കാണാമല്ലോ, നരേന്ദ്രമോദി സർക്കാരിനെ മുട്ടുവിറപ്പിച്ച സമരമായിരുന്നു കർഷക സമരം എന്ന് പറയുന്നത് അല്ലേ? ആ കർഷക സമരം 2024 ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താ? അത് മഹാരാഷ്ട്രയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും കർഷകർ നരേന്ദ്രമോദിക്കെതിരായിട്ടും NDA സർക്കാരിനെതിരായിട്ടും തിരിഞ്ഞത് 2024 വലിയ തിരിച്ചടിയായി. അതുകൊണ്ടാണ് BJP കമ്മ്യൂണിസ്റ്റുകളെ വലിയ ശത്രുക്കളായിട്ട് കാണുന്നത്.